സീരീസ് അക്കൗണ്ടന്റുമാരുടെ ടാലി പരിശീലനത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വിവിധ തരം ട്രെയിനിങ് അഡ്വാൻസുകൾ എങ്ങനെ ടാലിയിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ CDSൻ്റെ നേതൃത്വത്തിൽ ഓരോ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ജില്ലാ മിഷൻ റീഫണ്ട് ചെയ്യുന്ന പരിപാടികളുമുണ്ട്. രണ്ടാമത്, തനത് ഫണ്ടിൽ നിന്നും പണമെടുത്ത് ചിലവഴിച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടികളുമുണ്ട്. ഇതിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജില്ലാ മിഷൻ നിർദ്ദേശിച്ച പ്രകാരം തനത് ഫണ്ടിൽ നിന്നും അഡ്വാൻസ് എടുത്ത് ചിലവഴിച്ചിട്ട് പരിപാടികൾ നടത്തുന്നതിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ എൻട്രികൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ചില സാഹചര്യങ്ങളിൽ ജില്ലാ മിഷൻ ഇങ്ങനെ അഡ്വാൻസ് പണം വിനിയോഗിച്ചുകൊണ്ട് പരിപാടികൾ നടത്താൻ നിർദ്ദേശിക്കാറുണ്ട്. ഇതിൻ്റെ സാഹചര്യങ്ങൾ രണ്ടാണ്. അതിലൊന്നാമത്തത്, അനുവദിച്ചു തരുന്ന പണം പൂർണ്ണമായും ചിലവഴിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് 10,000 രൂപ ഒരു പ്രോഗ്രാമിന് വേണ്ടി ജില്ലാ മിഷൻ അഡ്വാൻസ് തരികയും 5,000 6,000 രൂപ നമ്മൾ ചിലവഴിക്കുകയും ബാക്കി തുക ഇങ്ങനെ CDSൻ്റെ അക്കൗണ്ടിൽ അവശേഷിക്കുകയും ഇത് കാലങ്ങളോളം കണക്കെഴുതി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. രണ്ടാമത്, ജില്ലാ മിഷൻ പരിപാടി നിർദ്ദേശിക്കുന്ന സമയത്ത് തരാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കത്തില്ല. പിന്നീട് പണം എപ്പോഴെങ്കിലും അനുവദിച്ചു വരുന്ന സമയത്തായിരിക്കും നമുക്ക് റീഇംബേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അഡ്വാൻസ് പണം ചിലവഴിക്കാൻ വേണ്ടി നിർദ്ദേശിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും എങ്ങനെ സെറ്റിൽ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് കോസ്റ്റ് സെൻറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ഓരോ ഇനത്തിലും നമുക്കുണ്ടാകുന്ന ചിലവുകളെ കൃത്യമായി രേഖപ്പെടുത്താൻ കോസ്റ്റ് സെൻറ്റർ ആവശ്യമാണ്. ഇവിടെയും ഒരു സംശയം ഉണ്ടാകാറുണ്ട്. നടത്തുന്ന പരിപാടികളുടെ മുഴുവൻ ചിലവുകളും ചെയർപേഴ്സൺ അഡ്വാൻസ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഈ പണമെല്ലാം പിന്നീട് ചെയർപേഴ്സൻ്റെ പേരിൽ ചെക്ക് എഴുതുന്ന രീതികളുമുണ്ട്. ചിലയിടത്തൊക്കെ ഡയറക്റ്റ് പാർട്ടി ആരാണോ പാർട്ടിക്ക് നേരിട്ട് ചെക്ക് എഴുതി കൊടുക്കുന്ന രീതികളുമുണ്ട്. ഇതിൽ ഏതായാലും ശരി, നമ്മളുടെ കണക്കുകൾ എന്ന് പറയുന്നത് ഏതിനത്തിൽ ചിലവായി എന്നുള്ളതിനെക്കുറിച്ചാണ്. ആര് ചിലവഴിച്ചു എന്നുള്ളതല്ല, ഏതിനത്തിൽ ചിലവായിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ബാനറിൻ്റെ ചിലവ് ചെയർപേഴ്സൺ കൊടുത്താൽ പോലും ചെയർപേഴ്സൻ്റെ പേരിലല്ല റെക്കോർഡ് ചെയ്യേണ്ടത്, ബാനർ എക്സ്പെൻസ് എന്നുള്ള പേരിലാണ്. ഫുഡിൻ്റെ പൈസ ചെയർപേഴ്സൺ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മൾ ചെയർപേഴ്സന് കൊടുക്കുമ്പോൾ അത് ഫുഡ് എക്സ്പെൻസ് എന്നുള്ള നിലയിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് കോസ്റ്റ് സെൻറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്യുക, ലെഡ്ജർ എൻ്റർ ചെയ്യുക. ഇവിടെ ബാലസഭയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഗ്രൂപ്പുകൾ, ലെഡ്ജർ എന്ന് പറയുന്നത് ബാലസഭയുടെ കപ്പാസിറ്റി ബിൽഡിങ്ങും ബാല പാർലമെൻറ്റും ഹെഡ് മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ശുചിത്വോത്സവം പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹെഡ് നിലവിൽ അതിൽ ഡയറക്റ്റ് തന്നിട്ടില്ല. ഈ സർക്കുലറിനകത്ത് അല്ലെങ്കിൽ പ്രൊസീഡിങ്സിനകത്ത് കൃത്യമായി ഹെഡ് പറയുകയാണെങ്കിൽ അതുകൂടെ ചേർത്തുകൊണ്ട് ചെയ്യുക. നിലവിൽ നമുക്ക് മെയിൻ ഗ്രൂപ്പുകളോ ഹെഡുകളോ നമുക്ക് ബാലസഭ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നിട്ടില്ല. അതുകൊണ്ട് കോഡ് ഉപയോഗിക്കാൻ കഴിയത്തില്ല. നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ബാലസഭ ശുചിത്വോത്സവം 2.0. ഇതിന് ഫണ്ട് തരുന്നത് പ്ലാൻ ഫണ്ടായിരിക്കും. കാരണം ബാലസഭയുടെ ഈ പ്രോഗ്രാം നമുക്ക് കാണിച്ചിട്ടുള്ളതും പ്ലാൻ ഫണ്ടിൽ നിന്നാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലാൻ ഫണ്ടായിരിക്കും. പ്ലാൻ ഫണ്ടിൻ്റെ അണ്ടറിൽ കൊടുക്കുക. അവർ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും പ്ലാൻ ഫണ്ടിൻ്റെ അണ്ടറിൽ കൊടുക്കുക. കോസ്റ്റ് സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുണ്ട്. കോസ്റ്റ് സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്യുക, ഇത് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ ബാലസഭ ശുചിത്വോത്സവം 2.0 പ്ലാൻ ഫണ്ടാണ് അണ്ടർ കൊടുത്തിരിക്കുന്നത്. ഇത് സേവ് ചെയ്യുക. ഇനി നമുക്ക് കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും ക്രിയേറ്റ് ചെയ്യണം. കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബാലസഭ ശുചിത്വോത്സവ എക്സ്പെൻസ് ആണ്.
കോസ്റ്റ് സെൻറ്റർ കൂടി ക്രിയേറ്റ് ചെയ്യണം. കോസ്റ്റ് സെൻറ്റർ വരുന്നത് ബാലസഭ ശുചിത്വോത്സവത്തിൻ്റെ അണ്ടറിൽ നമുക്ക് സാധാരണ വരുന്ന ചിലവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബാനർ എക്സ്പെൻസസ്, ഫുഡ് എക്സ്പെൻസ്, സ്റ്റേഷനറി എക്സ്പെൻസ്. RP ഹോണറേറിയം. അപ്പോൾ ഇത്രയും ചിലവുകളാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി ഓരോ CDSലും ഓരോ രീതിയിൽ ചിലപ്പോൾ ഹാൾ റെൻ്റ് കൊടുക്കേണ്ടി വരും, മൈക്കിൻ്റെ റെൻ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ളിടത്ത് അതിൻ്റെ കൂടെ കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ എൻട്രി നോക്കാം. വൗച്ചർ എൻട്രി എടുക്കുക. പേയ്മെൻറ്റ് തൽക്കാലം അഡ്വാൻസ് കൊടുക്കുന്നത് ഓൺ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. ബാലസഭ ശുചിത്വോത്സവം നമുക്ക് ഒറ്റ ചെക്കിലാണ് എല്ലാ എമൗണ്ടും കൂടെ മാറുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് 10,250 രൂപ ചിലവായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ചെക്കിൽ എമൗണ്ട് കാണിക്കാൻ പറ്റും. ബാലസഭ ശുചിത്വോത്സവ എക്സ്പെൻസസ്, ബാനർ എക്സ്പെൻസ് 550 രൂപ, ഫുഡ് എക്സ്പെൻസ് 1400 രൂപ, സ്റ്റേഷനറി 550 രൂപ, RP ഹോണറേറിയം 750 രൂപ. ഇങ്ങനെ ചെയ്താലും ഇത് ഒറ്റ ചെക്കിൽ എഴുതുന്നവർ ഇങ്ങനെ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ഓക്കെ. ഇനി അതല്ല സിംഗിൾ ചെക്കാണ് എഴുതുന്നതെങ്കിൽ ഇങ്ങനെ എഴുതുക. ഓൺ ഫണ്ടിൽ നിന്നും ബാലസഭ ശുചിത്വോത്സവം 550 രൂപ ബാനർ എക്സ്പെൻസസ്, ബാലസഭ ബാനർ എക്സ്പെൻസ് സേവ് ചെയ്യുക. ചെക്ക് നമ്പർ കൊടുത്ത് സേവ് ചെയ്യുക. ഓൺ ഫണ്ടിൽ നിന്നും ബാലസഭ ശുചിത്വോത്സവ എക്സ്പെൻസ് 8,400 രൂപ, ഫുഡ് എക്സ്പെൻസസ് ഓൺ ഫണ്ടിൽ നിന്നും സ്റ്റേഷനറി ബാലസഭ ശുചിത്വോത്സവ എക്സ്പെൻസ് സ്റ്റേഷനറി എക്സ്പെൻസ് വീണ്ടും ഓൺ ഫണ്ടിൽ നിന്നും RP ഹോണറേറിയം കൊടുക്കേണ്ടത് ബാലസഭ ശുചിത്വോത്സവമാണ് 750 രൂപ, RP ഹോണറേറിയം. ഇത്രയാണ് നമ്മൾ സിംഗിൾ ചെക്ക് പ്രകാരം കൊടുക്കുമ്പോഴുള്ള എൻട്രി. ഇത് ലെഡ്ജർ നോക്കാം. ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്ക് ലെഡ്ജർ ബാലസഭ ശുചിത്വോത്സവം 10,350 രൂപ. ഓക്കെ. ഇനി ജില്ലാ മിഷനിൽ നിന്നും കുറേ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഫണ്ട് അനുവദിച്ച് വരും. റെസിപ്റ്റ് നമ്പർ എഴുതണം. ഡേറ്റ് അനുവദിച്ച് വരുന്ന ഡേറ്റ് കൊടുക്കുക. വരുന്നത് ഓൺ ഫണ്ടിലേക്കാണ്. വരുന്ന ഇനം എന്ന് പറയുന്നത് ബാലസഭ ശുചിത്വോത്സവ എക്സ്പെൻസ് ആണ്. 10,350 രൂപയും വന്നിട്ടുണ്ട്. അവിടെ ഡിസ്ട്രിക്ട് മിഷൻ ഫണ്ട് റെസിപ്റ്റിൽ ഒരു കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഓൾട്ട് C പ്രസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. അവിടെ ബാലസഭ ഡിസ്ട്രിക്ട് മിഷൻ ഫണ്ട് റെസിപ്റ്റിനകത്താണ് വരുന്നത് ബാലസഭ ശുചിത്വോത്സവ ഫണ്ട്. ബാലസഭ ശുചിത്വോത്സവം ഫണ്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കാണിക്കുന്നത്. ബാലസഭ ശുചിത്വോത്സവം ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടില്ലാത്തവർ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്യുക. ഓക്കെ. ഇതിൻ്റെ റിപ്പോർട്ടുകൾ നോക്കാം. ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ അതിനകത്ത് ഫണ്ട് ഫ്രം ഡിസ്ട്രിക്ട് മിഷൻ, പ്ലാൻ ഫണ്ട് ഉണ്ട്, ഒന്നും കാണാനില്ല. ബാലസഭ ശുചിത്വം കാര്യം വരവും ചിലവും ഈക്വലായി പോയത് കൊണ്ട് തന്നെ ഒന്നും കാണാനില്ല. ഇനി നമുക്ക് കോസ്റ്റ് സെൻറ്റർ നോക്കാം. ഡിസ്പ്ലേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്, കോസ്റ്റ് സെൻറ്റർ,
ലെഡ്ജർ ബ്രേക്കപ്പ്, ബാലസഭ ശുചിത്വോത്സവ എക്സ്പെൻസസ്. ചിലവ് ഇനി എന്തൊക്കെ ഇനത്തിൽ ചിലവായിട്ടുണ്ടോ അതെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ജില്ലാ മിഷനിൽ നിന്ന് വന്ന ഫണ്ടും കാണാൻ കഴിയുന്നുണ്ട്. അത് ടാലിയായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണാതെ വന്നത്. ഇനി നമ്മൾ ജില്ലാ മിഷനിൽ വന്ന എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഉദാഹരണത്തിന് കളയാണ് കേട്ടോ. ഇപ്പം നമുക്ക് നിലവിൽ നമ്മൾ ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ട്, അത് ജില്ലാ മിഷനിൽ നിന്ന് തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്ക് മാർച്ച് 31 പോലും ഈ ഫണ്ട് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുക്കുക, ഓൾട്ട് ഓഫ് ഫണ്ട് എടുക്കുക, ഫണ്ട് ഫ്രം ഡിസ്ട്രിക്ട് മിഷൻ, അതിനകത്ത് പ്ലാൻ ഫണ്ട് എടുക്കുമ്പോൾ ബാലസഭ ശുചിത്വോത്സവ എക്സ്പെൻസ് പറഞ്ഞ് ഡെബിറ്റ് ബാലൻസ് 10,350 രൂപ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഫണ്ട് വരാനുള്ളതാണ് ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നത്. ഇതിങ്ങനെ കിടക്കും. ഇനി ഫണ്ട് വന്നു കഴിയുമ്പോൾ മാത്രമേ ഇത് ടാലിയായി പോകത്തുള്ളൂ. ഇത്രയുമാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വിവിധ പരിപാടികൾക്ക് ജില്ലാ മിഷൻ റീഇംബേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ് നടത്തുന്ന പരിപാടികളുടെ എല്ലാ എൻട്രി ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പിന്നീട് കാണാം.